قال الله تعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم وكل إنسان ألزمناه طائره في عنقه ونخرج له يوم القيامة كتابا يلقاه منشورا اقرأ كتابك كفى بنفسك اليوم عليك حسيبا صدق الله العظيم. ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, നമ്മുടെ എല്ലാവരുടെയും റബ്ബായിട്ടുള്ള അല്ലാഹു നമ്മുടെ ഇഹപര ജീവിത വിജയത്തിന് വേണ്ടി അറിയിച്ചു തന്നിട്ടുള്ള കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ ഓരോ സന്ദർഭങ്ങളിലും തഖ്വ ഉള്ളവരായിരിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ആദ്യമേ തന്നെ വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെ സംബന്ധിച്ച് ഇന്ന് നിർണായകമായ ഒരു ദിവസമാണ്. ഏറ്റവും ഖൈറായത് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമുള്ളതും സ്വാതന്ത്ര്യമില്ലാത്തതുമായ കാര്യങ്ങളുണ്ട്. നമ്മുടെ ജനന തീയതി, നമ്മുടെ നിറം, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ആകാരം, നമ്മുടെ മരണം, ഇങ്ങനെ തുടങ്ങി നമ്മളുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യം നൽകപ്പെട്ടിട്ടില്ലാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നീ എവിടെ ജനിച്ചു, ആരുടെ മകനായിട്ട് ജനിച്ചു, ആരുടെ ജ്യേഷ്ഠനോ അനുജനോ അനുജത്തിയോ പെങ്ങളോ ആയിട്ട് ജനിച്ചു, എന്തേ നിന്റെ നിറം ഇങ്ങനെ ആയത് എന്നൊന്നും നമ്മളോട് ആരും ചോദിക്കുകയില്ല. അഥവാ നമുക്ക് സ്വാതന്ത്ര്യം നൽകപ്പെടാത്ത വിഷയങ്ങളിൽ നമുക്ക് ഉത്തരവാദിത്തമില്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങളുണ്ട്. നമ്മുടെ ഭക്ഷണം, നമ്മുടെ വസ്ത്രം, നമ്മുടെ പാർപ്പിടം, നമ്മുടെ ഇണതുണകൾ, എല്ലാറ്റിലും ഉപരിയായിക്കൊണ്ട് നമ്മുടെ ജീവിത വീക്ഷണം, നമ്മുടെ കാഴ്ചപ്പാട്, നമ്മുടെ മാർഗം ഏതായിരിക്കണം എന്ന് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ നമ്മൾ അല്ലാഹുവിൻ്റെ മുമ്പിൽ സമാധാനം ബോധിപ്പിക്കേണ്ടി വരും. ആ കാര്യം തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളോട് ചോദിക്കും. ആ വിചാരണക്ക് നമ്മൾ സാക്ഷികളായിരിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ അത്തരം കാര്യങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ എന്താണ് നാം പരിഗണിക്കേണ്ടത്? നമ്മുടെ ജീവിത കാഴ്ചപ്പാട്, നമ്മുടെ ജീവിത വഴി, നമ്മുടെ ആദർശം, നമ്മുടെ ജീവിത ദർശനം, അത് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട് എന്നതുകൊണ്ട് അത് തിരഞ്ഞെടുക്കുമ്പോൾ എന്തായിരിക്കണം നാം പരിഗണിക്കേണ്ടത്? മൻ അഹബ്ബലില്ല വഅബ്ഗദലില്ല വഅഅ്താലില്ല വമനഅലില്ല ഫഖദ് ഇസ്തക്മലൽ ഈമാൻ. റസൂലുള്ളാഹി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുക, അള്ളാഹുവിന് വേണ്ടി കോപിക്കുക, അള്ളാഹുവിന് വേണ്ടി വെറുക്കുക, അള്ളാഹുവിന് വേണ്ടി നൽകുക, അള്ളാഹുവിന് വേണ്ടി തടയുക. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം നൽകപ്പെട്ട മുഴുവൻ വിഷയങ്ങളിലും ലില്ലാഹി റബ്ബിൽ ആലമീൻ, അതൊക്കെ അള്ളാഹ്ക്ക് വേണ്ടിയാവുക. അത് എനിക്ക് വേണ്ടി ആവാതിരിക്കുക, എൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി ആകാതിരിക്കുക, എൻ്റെ തറവാടിനോ എൻ്റെതായ
കുലത്തിനോ വർഗത്തിനോ വേണ്ടി ആവാതിരിക്കുക. ഞാൻ നൽകുന്നതും തടയുന്നതും എടുക്കുന്നതും കൊടുക്കുന്നതും അങ്ങനെ ഞാനായിട്ട് തെരഞ്ഞെടുക്കുന്നത് എന്തെല്ലാം ഉണ്ടോ, ലില്ലാഹി റബ്ബിൽ ആലമീൻ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ലോകരക്ഷിതാവായ അള്ളാഹുവിന് വേണ്ടിയായിരിക്കുക എന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ സൃഷ്ടിച്ചു. അള്ളാഹു നമ്മളോട് പറയുന്നുണ്ട്, നിങ്ങൾ കഴിഞ്ഞ കാലത്തെ കുറിച്ച് ഓർക്കണേ. ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹ്രി ലം യകും ശൈഅൻ മദ്കൂറ. ഇന്ന് നിങ്ങൾക്ക് വിലാസമുണ്ട്, ഇന്ന് നിങ്ങൾക്ക് പദവികളുണ്ട്, സ്ഥാനമാനങ്ങളുണ്ട്, പലതുമുണ്ട്. ഇതൊന്നുമില്ലാതിരുന്ന ഒരു കാലം, ശൈഅൻ മദ്കൂർ, പറയപ്പെടാവുന്ന എന്തെങ്കിലും ഒന്നായിരുന്നിട്ടില്ലാത്ത ഒരു കാലം. 40 വയസ്സുണ്ടെങ്കിൽ 41 കൊല്ലം മുമ്പ് എന്തായിരുന്നു, 50 ആണെങ്കിൽ 51 കൊല്ലം മുമ്പ് എന്തായിരുന്നു എന്ന് ചിന്തിച്ചാൽ കിട്ടാവുന്ന ഉത്തരമാണത്. ഇങ്ങനെ ഒരു കാലം നിങ്ങൾക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ നാം നിങ്ങളെ സൃഷ്ടിച്ചു, കേൾവി തന്നു, കാഴ്ച തന്നു. അള്ളാഹു പറയുന്നത് കേൾവിയും കാഴ്ചയും തന്നു എന്ന് മാത്രമല്ല, ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ. അള്ളാഹു പറയാണ്, നാം നിങ്ങൾക്ക് വഴി കാണിച്ചു തന്നിരിക്കുന്നു. ഏത് വഴിയാണ് നിങ്ങൾ പോകേണ്ടത് നിർബന്ധമില്ല, നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഏത് വഴി വേണമെന്ന് നിങ്ങൾക്ക് ബട്ടനമർത്താം. നന്ദിയുള്ളവനാകാം, നന്ദി കെട്ടവനാകാം, ഷാക്കിറാവാം, കാഫിറാകാം. അത് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാണ്. അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചു വെറുതെ അങ്ങ് വിട്ടേക്കുകയല്ല ചെയ്തത്. വഹദൈനാഹും നജ്ദൈൻ, ഉന്നതമായ 2 വഴി, തെളിഞ്ഞ വഴിയാണത്. സംശയമില്ലാത്ത 2 വഴികൾ നമുക്ക് മുമ്പിൽ തുറന്നിട്ടിരിക്കുകയാണ്, സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ്. അതിലിഷ്ടമുള്ളത് നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാം. ആ തെരഞ്ഞെടുക്കുന്ന വഴി ഏതാണോ അതിനനുസരിച്ചാണ് നിങ്ങളുടെ ദുനിയാവും നിങ്ങളുടെ ആഖിറവും. ഇത് രണ്ടും നമ്മുടെ തെരഞ്ഞെടുപ്പ് അനുസരിച്ചുകൊണ്ടാണ്. എന്നിട്ട് അള്ളാഹു പറയാണ്, ആരെങ്കിലും അള്ളാന്റെ വഴിയാണ് തെരഞ്ഞെടുക്കുന്നതെങ്കിൽ വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബലനാ വ ഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ. അള്ളാഹുവിന്റെ വഴിയിൽ പരിശ്രമിക്കാൻ ഒരാൾ തീരുമാനിച്ചാൽ, ആ വഴിയിൽ മുന്നേറാൻ, പോരാടാൻ അയാൾ തീരുമാനിച്ചാൽ, വല്ലദീന ജാഹദൂ, അതൊരു പോരാട്ടത്തിന്റെ വഴിയാണ് കേട്ടോ. സ്വർഗത്തിലേക്കുള്ള വഴി എന്ന് പറയുന്നത് നിസ്സംഗതയുടെ വഴിയല്ല, അതൊരു പോരാട്ടത്തിന്റെ വഴിയാണ്. ആ വഴി ആരെങ്കിലും തെരഞ്ഞെടുത്താൽ നാം നമ്മുടെ സന്മാർഗത്തിലേക്ക് അവനെ വഴി നടത്തുക തന്നെ ചെയ്യും. ഒരു സംശയവും വേണ്ട, അള്ളാഹു ഉള്ളത് സച്ചരിതരുടെ കൂടെയാണ് എന്നാണ്. നമ്മുടെ തെരഞ്ഞെടുപ്പ് അവിടെയാണ് പ്രസക്തമാകുന്നത്. അങ്ങനെ തെരഞ്ഞെടുപ്പ് വിജയിക്കണമെങ്കിൽ ദുനിയാവിലെ ജീവിതം എന്താണ് എന്നതിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയണം. എന്താണ് ദുനിയാവിലെ ജീവിതം? പുരോഹിതന്മാർ പറയുന്നത് പോലെ ഭൗതിക ലോകം എന്ന് പറഞ്ഞാൽ ഒരു ശിക്ഷയുടെ ലോകമല്ല. മനുഷ്യന്മാർക്ക് നരകമാണ് ഈ ദുനിയാവ് എന്നൊരു കാഴ്ചപ്പാട് ഇസ്ലാമികമല്ല. അങ്ങനെ നരകമല്ല ദുനിയാവ്. ദുനിയാവിലെ നന്മയെക്കുറിച്ച് ദുആ ചെയ്യുക ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭത്തിൽ പോലും ആ ദുആയാണ്. ഹജ്ജുമായി ബന്ധപ്പെട്ട് ദുആ പഠിപ്പിക്കുമ്പോൾ അല്ലാഹു തആല പഠിപ്പിച്ച പ്രാർത്ഥന റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന. അതുകൊണ്ട് ദുനിയാവിലെ നന്മകളെ ചോദിക്കാനാണ്. നന്മ കിട്ടും ദുനിയാവിൽ. ഇത് നരകമല്ല, അത് പുരോഹിതന്മാർ പറയുന്നതാണ്. അങ്ങനെയല്ല. എന്നാൽ പുനർജന്മവാദികൾ കരുതുന്നത് പോലെ ഇത് പ്രതിഫലം കിട്ടുന്ന ലോകമാണോ? കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ എങ്ങനെ ജീവിച്ചു എന്നതിൻ്റെ ഫലം ആണ് ഈ ലോകത്ത് എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ ഒരാൾ പ്രയാസപ്പെടുമ്പോ, ഇവിടെ ഒരാൾ ജാതിയിൽ താഴ്ത്തപ്പെടുമ്പോ, ഒരാൾ അവകാശം നിഷേധിക്കപ്പെടുമ്പോ അവർ പറയുന്നത് എന്താണ്? നിന്റെ മുജ്ജന്മത്തിന്റെ പാപമാണ്, അനുഭവിച്ചോ എന്നാണ്. അങ്ങനെ ഇത് പ്രതിഫലത്തിന്റെ ലോകമല്ല ദുനിയാവ്. ഭൗതികവാദികൾ കരുതുന്നത് പോലെ ഈ ലോകം എന്ന് പറയുന്നത് ഒരു ആസ്വദിച്ചു തീർക്കേണ്ടുന്ന വിനോദമല്ല. അങ്ങനെ ഒരു എൻജോയ്മെന്റ് എന്നതല്ല ഈ ലോകം. ഡാർവിനിസ്റ്റുകളും മാർക്സിസ്റ്റുകളും ഒക്കെ കരുതുന്നത് പോലെ ഇത് ഒരു രണാങ്കണമല്ല. അങ്ങനെ ഉണ്ടല്ലോ,
സംഘർഷം തന്നെ, സംഘട്ടനം തന്നെ. എന്നിട്ട് എല്ലാ വൈരുദ്ധ്യങ്ങളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തീർപ്പാക്കാൻ കഴിയാത്ത ഒരു തരം സംഘട്ടനമല്ല ഇത്. പിന്നെ എന്താണ് ഈ ലോകം എന്ന് പറയുന്നത്? പരലോകത്തേക്കുള്ള കൃഷിയിടമാണ്. ഇത് പരീക്ഷണ സ്ഥലമാണ്. ഇവിടെ നൽകപ്പെട്ടിട്ടുള്ള വിഭവം എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ആയുസ്സാണ്. ആ ആയുസ് എങ്ങനെയാണ് നമ്മൾ ചെലവഴിച്ചത്? വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ, നീ വിവരമില്ലാത്തതിന്റെ പിന്നാലെ പോകരുത്. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, നിന്റെ കേൾവി, നിന്റെ കാഴ്ച, നീ ചിന്തിക്കുന്നത്, നിന്റെ ഹൃദയത്തിനകത്ത് നീ ചിന്തിക്കുന്നത്, കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, പള്ളിക്കകത്തൊന്നോ പുറത്തൊന്നോ ഇല്ലാതെ നിന്റെ ചിന്തയും കാഴ്ചപ്പാടുകളും കേൾവിയും നിന്റെ കാഴ്ചയും എല്ലാം ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. എന്തിനു വേണ്ടിയാണ് നീ അതെല്ലാം ചെലവഴിച്ചത് എന്ന ചോദ്യമാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ, ജീവിതത്തിലെ നന്മ തിന്മകളുടെ തെരഞ്ഞെടുപ്പ് ഇന്നത്തേതുപോലെ ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ അന്ന് മാത്രം ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമല്ല, മുമ്പേ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇന്നത്തെ ദിവസം അങ്ങ് കഴിഞ്ഞു പോകും, ഇന്നും സൂര്യൻ അസ്തമിക്കും. ഇന്നത്തെ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്ന ഒരു നാളുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു തആലക്ക് അറിയാം അന്ന് സംഭവിക്കേണ്ടത് സംഭവിക്കും. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെട്ടതാക്കി തീർക്കാൻ, നമ്മൾ വിജയികളായി മാറാൻ, അല്ലാഹുവിന് ഇഷ്ടമുള്ള ദാസന്മാരായി മാറാൻ എന്തു വേണമെന്നുള്ള ചിന്തയും ആലോചനയും തീർച്ചയായും നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കണം. നൂറ്റാണ്ടുകൾ ഇന്ത്യ ഭരിച്ചിട്ടുള്ള നമ്മുടെ മുൻഗാമികളായിട്ടുള്ള സമുദായത്തിന്റെ ആളുകളുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നൂറ്റാണ്ടുകൾ ഇന്ത്യ ഭരിച്ചിട്ടുള്ള ആളുകൾ, അവർ വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കി, വലിയ കൊട്ടാരങ്ങൾ ഉണ്ടാക്കി, വലിയ മിനാരങ്ങൾ ഉണ്ടാക്കി. ഇന്നും നമ്മുടെ ടൂറിസ്റ്റ് മാപ്പിൽ അവരൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ശേഷിപ്പുകൾ അത് കാണാനാണ് ആളുകൾ വരുന്നത്. പക്ഷെ അന്നവർ ഈ രാജ്യനിവാസികളുടെ സന്മാർഗത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നുവെങ്കിൽ, അവർ ഈ ലോകത്തെ ഇങ്ങനെ മോടി പിടിപ്പിക്കുന്നതിനിടയിൽ ഈ രാജ്യത്തിന്റെ സമ്പത്ത് ആ അർത്ഥത്തിൽ അടയാളപ്പെടുത്തുന്ന ആ തെരഞ്ഞെടുപ്പിന് പകരം ഈ ലോകത്തെ, ഈ രാജ്യത്തെ നിവാസികളുടെ, ഇവിടെ ജീവിക്കുന്നവരുടെ സന്മാർഗത്തെക്കുറിച്ച് അവർ ചിന്തിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ ജാതീയത ഉണ്ടാവുകയില്ല, ഉച്ചനീചത്വങ്ങൾ ഉണ്ടാവുകയില്ല, ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അന്ധവിശ്വാസവും ഉണ്ടാവുകയില്ല. പക്ഷെ അവരുടെ തെരഞ്ഞെടുപ്പിൽ അവർ തെരഞ്ഞെടുക്കേണ്ടതായിരുന്നില്ല തെരഞ്ഞെടുത്തത് എന്നതിൻ്റെ ഫലം കൂടിയാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത്. എന്തിനവരെ പറയുന്നു? സ്വതന്ത്ര ഭാരതത്തിൽ ലഭിച്ച സ്വാതന്ത്ര്യത്തെ ഇസ്ലാമിക സമൂഹം ഇസ്ലാമിന്റെ വിമോചന വശത്തെ പ്രബോധനം ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്നെങ്കിൽ, നമ്മളൊക്കെ തന്നെ 1947 ആഗസ്റ്റ് 15 ശേഷം, അല്ലെങ്കിൽ ഇന്ത്യ റിപ്പബ്ലിക് ആയിട്ടുള്ള ജനുവരി 26 ശേഷം അല്ലാഹു സുബ്ഹാനഹു തആല പ്രത്യേകമായി അവന്റെ ദൗത്യ നിർവഹണത്തിന് വേണ്ടി ചുമതലപ്പെടുത്തപ്പെട്ട ഒരു ഉമ്മത്താണ് ഇത് എന്ന ബോധത്തോടു കൂടി അള്ളാഹുവിന്റെ ദീനിന്റെ വിമോചന വശത്തെ പ്രബോധനം ചെയ്യാൻ ഉപയോഗപ്പെടുത്തിയിരുന്നെങ്കിൽ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തായിരിക്കും ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതി? ഇങ്ങനെയാണോ ഉണ്ടാവുക? എവിടെയായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത്? മുസ്ലിം ഉമ്മത്ത് ഒരു വശത്ത് ഐക്യവും മറുവശത്ത് സ്വന്തം താല്പര്യങ്ങളും കൊണ്ടുവന്നു വെക്കപ്പെട്ടപ്പോൾ, സ്വന്തം താല്പര്യങ്ങളെ മാറ്റിയിട്ട് ഐക്യത്തെ തെരഞ്ഞെടുത്തിരുന്നുവെങ്കിൽ, വിട്ടുവീഴ്ചയോട് കൂടിയിട്ട് ഈ സമൂഹം മുന്നോട്ട് പോയിരുന്നെങ്കിൽ, ഇതൊക്കെ ഇന്നലകളെ കുറിച്ചാണ്. എന്നാൽ ഇന്നോ? നിങ്ങൾ കണ്ടിട്ടില്ലേ, ഭാരം വഹിക്കുന്ന ആളുകൾ, ഖലാസിമാരൊക്കെ, അവർ വലിയ ഭാരമുള്ള വസ്തുക്കളെ നിന്നേടത്ത് നിന്ന് നീക്കാൻ വേണ്ടി എന്തു ചെയ്യും? പ്രത്യേകമായ ഒരു ഈണത്തിൽ, ഒരു മുദ്രാവാക്യം പോലെ, ഒരു പാട്ടുപോലെ ഐലസ് വിളിച്ചുകൊണ്ടാണ് പോവുക. എന്തിനാ ഈ ശബ്ദം ഉണ്ടാക്കുന്നത്? വെറുതെ ഹരം കൊള്ളിക്കാൻ വേണ്ടിയിട്ടല്ല, ആ കൂടി നിൽക്കുന്ന മുഴുവൻ ആളുകളുടെയും ശക്തി ഏകീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ഭാരമുള്ള വസ്തുവിന് മേൽ 10 ആളുകൾ കൈവച്ചാൽ ഓരോരുത്തരും ഓരോ നിമിഷമാണ് ഉന്തുന്നതെങ്കിൽ ആ ഭാരം എങ്ങോട്ടും നീങ്ങാൻ പോകുന്നില്ല.
അപ്പൊ അതിലൊരു മൂപ്പൻ ഉണ്ടാകും. ആ മൂപ്പൻ ഐലസ് വിളിക്കും. എല്ലാവരും അതിന് മറുപടി പറയും. ആ പറയുന്ന ശബ്ദത്തോടൊപ്പം അവരുടെ സ്ട്രെങ്ത്, അതിന്റെ കോൺസെൻട്രേഷൻ, അതിന്റെ ഏകീകരണം, അതാണ് സംഭവിക്കുക. അപ്പൊ എന്താ സംഭവിക്കുന്നത്? 10 ആളുകളുടെയും ശക്തി ഒരേ സമയത്ത്. അപ്പോഴാണ് ആ ഭാരം മുന്നോട്ട് നീങ്ങുക. ഇതിനെയാണ് ഐക്യം എന്ന് പറയുന്നത്. നമ്മളിപ്പോ എന്താ ചെയ്യുന്നത്? നമ്മൾ ഓരോരുത്തരുടെ പദ്ധതികൾ, ഓരോരുത്തരുടെ പരിപാടികൾ ഓരോരുത്തർക്ക് തോന്നിയ വിധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇത്രയും ആളുകൾ ഇവിടെ ഒരുമിച്ച് കൂടുമ്പോ നമുക്കിടയിലുള്ള ഒരു വിലപ്പെട്ട വസ്തു കവർച്ച ചെയ്യാൻ 2 ആളുകൾ ഓടി ഇങ്ങോട്ട് കയറി വന്നു എന്ന് വിചാരിക്കുക. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ വസ്തു പിടിച്ചു വെക്കും, കൊണ്ടുപോകാൻ സമ്മതിക്കൂല. പക്ഷെ ഈ പിടിച്ചു വെക്കുന്ന ഓരോരുത്തരും അവനവന്റെ ഭാഗത്തേക്കാണ് പിടിച്ചു വലിക്കുന്നതെങ്കിലോ, ചുറ്റും നിൽക്കുന്ന മുഴുവൻ ആളുകളും അവനവന്റെ ഭാഗത്തേക്ക് ഇത് പിടിച്ചു വലിക്കുകയാണെങ്കിലോ, കവർച്ച ചെയ്യാൻ വന്നവൻ സാധനം കൊണ്ടുപോകും. ഇതല്ലേ സംഭവിക്കുന്നത്? നമ്മൾ ഇന്നത്തെ ദിവസം ജുമാ സമയങ്ങൾ മഹല്ലുകളൊക്കെ കൂടിയിരുന്ന് ആലോചിച്ച് സമയമൊക്കെ മാറ്റി. എന്തിനാണ്? എല്ലാവരും വോട്ട് ചെയ്യണം എന്നതാണ്. ഉംറയ്ക്ക് പോകുന്ന കുറെ ആളുകൾ യാത്ര മാറ്റിവെക്കണമെന്ന് നമ്മൾ പറഞ്ഞു. എന്തിനാണ്? എല്ലാവരും വോട്ട് ചെയ്യണം എന്നതാണ്. അഥവാ നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥയെ തട്ടിക്കൊണ്ടുപോകുന്ന കവർച്ചക്കാരിൽ നിന്ന് ആ വിലപ്പെട്ട വിശേഷപ്പെട്ട വസ്തുവെ നമുക്ക് പിടിച്ചു വെക്കണം. എന്നിട്ടോ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഭാഗത്തേക്ക് പിടിച്ചു വലിക്കുകയാണ്. ആരാണ് ഈ വസ്തു കൊണ്ടുപോവുക? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷവും നമ്മുടെ ചിന്ത എന്താണ്? ഉമ്മത്ത് മുസ്ലിമ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം എന്നതിനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. നമ്മുടെ ജീവിത കാഴ്ചപ്പാടിന്റെ തെരഞ്ഞെടുപ്പിൽ നമുക്ക് എന്താണ് പിഴവ് പറ്റിയത് എന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. തിരുത്തേണ്ടത് തിരുത്താൻ നമുക്ക് സാധിക്കണം. അങ്ങനെ നമുക്ക് സാധിക്കുകയാണെങ്കിൽ നമ്മുടെ വിജയം നമ്മുടെ കയ്യിൽ തന്നെയാണ് അല്ലാഹു തന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. വകുല്ല ഇൻസാനിൻ അൽസംനാഹു തഅഇറഹു ഫി ഉനുഖി. ഓരോ മനുഷ്യന്റെയും ഭാഗധേയത്തെ അവന്റെ കഴുത്തിൽ തന്നെ അല്ലാഹു ബന്ധിച്ചിരിക്കുന്നു. ഈ ഉമ്മത്തിന്റെ വിജയം ആരോ തരുന്ന ഔദാര്യമല്ല, ഈ ഉമ്മത്തിന്റെ കഴുത്തിൽ തന്നെ ഇത് ബന്ധിച്ചിട്ടുണ്ട്. ഈ ഉമ്മത്തിന്റെ കഴുത്തിൽ തന്നെ ഇത് ബന്ധിച്ചിട്ടുണ്ട്. നമ്മൾ തന്നെയാണ് നമ്മുടെ വിജയത്തെ തീരുമാനിക്കേണ്ടത്. നമ്മൾ തന്നെയാണ് എല്ലാ ജാഹിലിയത്തുകളിൽ നിന്നും മുക്തമായി അള്ളാഹുവിന്റെ ദീനിനെ സ്വീകരിക്കേണ്ടത്. അള്ളാഹു പറയാണ്, നിങ്ങളുടെ തെരഞ്ഞെടുപ്പുണ്ടല്ലോ, നിങ്ങളുടെ പരിശ്രമമുണ്ടല്ലോ, നിങ്ങൾ സ്വീകരിക്കുന്ന നിങ്ങളുടെ ഓരോ പ്രവർത്തനവും ഉണ്ടല്ലോ, വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറാ. അതെല്ലാം ഒരു കർമ്മരേഖയാക്കിക്കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ അള്ളാഹു തുറന്നു വെക്കും. കെട്ടിപ്പൂട്ടി വെക്കുകയല്ല, തുറന്നു വെക്കും. നിങ്ങൾക്ക് പരിശോധിക്കാം എന്താണ് ചെയ്തത്. ആ പുസ്തകവുമായിട്ട് നിങ്ങൾ ഇങ്ങനെ നിൽക്കും. വായിക്കുക കിതാബക്, നിന്റെ കയ്യിലുള്ള ആ പുസ്തകം, നിന്റെ ആ കർമ്മരേഖ നീ വായിക്കുക. കഫാ ബിനഫ്സികൽ യൗം, കഫാ ബിനഫ്സിക്, നീ തന്നെ മതിയായവനാണ്. അൽ യൗം, ഇന്നേ ദിവസം. അലൈക ഹസീബ, നിന്റെ കണക്കൊക്കെ നോക്കാൻ നീ തന്നെ മതിയായവനാണ്. അതുകൊണ്ട് നീ പരിശോധിച്ചോളൂ എന്ന് പറയുമെന്നാണ്. എന്താണ് നാം നമ്മുടെ നാടിന് വേണ്ടി, നമ്മുടെ ഉമ്മത്തിന് വേണ്ടി അല്ലാഹു തആല നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ആദർശത്തിന്റെ ഇൽഹാർ, ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലി എന്നാണല്ലോ. ഈ ദീനിന് ഇൽഹാർ ഉണ്ടാക്കുന്ന പണിയാണ് പ്രവാചകന്മാർ അല്ലാഹു ഏൽപ്പിച്ചത്. അതിന്റെ പിന്മുറക്കാരായിട്ട് വിശ്വാസികളെയും അല്ലാഹു ഏൽപ്പിച്ചത്. എന്നിട്ട് അല്ലാഹു പറയാണ്, മനിഹ്തദാ ഫഇന്നമാ യഹ്തദീ ലിനഫ്സി. അള്ളാഹുവിന്റെ ദീനിനെ ഇൽഹാർ ഉണ്ടാക്കുന്ന പ്രവർത്തനത്തിൽ നിങ്ങൾ മുഴുകിയാൽ, നിങ്ങൾ അതിനു വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്താൽ, ഇത് വേറെ ആർക്കും അല്ല കേട്ടോ ഗുണമുള്ളത്. ആരാണോ സന്മാർഗത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്നത് അവർക്കാണ് ആ സന്മാർഗം കൊണ്ട് ഗുണമുള്ളത്. ഇനി ആരെങ്കിലും വഴിപിഴച്ച് ഭൗതികതയെ പ്രധാനമായി കണ്ട് അങ്ങനെ മുന്നോട്ട് പോയാൽ ആ വഴികേടും അവന് തന്നെയാണ്. ഒരാളുടെ ഭാരവും വേറെ ഒരാൾ പേറേണ്ടി വരികയില്ല. ഒരാളുടെ ഭാരവും വേറെ ഒരാൾ പേറേണ്ടി വരികയില്ല. ദൂതനെ നിയോഗിക്കും വരെ
നാം ആരെയും ശിക്ഷിക്കുകയില്ല. മുന്നറിയിപ്പുകാർ വന്നു കഴിഞ്ഞിട്ടുണ്ട്, സന്തോഷ വാർത്ത നൽകപ്പെട്ടിട്ടുണ്ട്, നമ്മുടെ മുമ്പിൽ കൃത്യമായ വഴി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ചരിത്രം പരിശോധിച്ച് വർത്തമാനം വിലയിരുത്തി നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ മാറ്റത്തിരുത്തലുകൾ വരുത്തി പുതിയ വഴിയിലൂടെ പോകാൻ അതിനുവേണ്ടി ഉള്ള നിമിത്തമായി മാറണം നമ്മുടെ ഓരോ പ്രതിസന്ധിയും. നമുക്ക് വേണ്ടി വേറെ ആരും ചിന്തിക്കുകയില്ല, നമുക്ക് വേണ്ടി വേറെ ആരും കൈവക്കുകയില്ല, നമുക്ക് വേണ്ടി വേറെ ആരും ആലോചന നടത്തുകയില്ല. നമ്മുടെ ഭാഗധേയം അള്ളാഹു നമ്മുടെ പെരടിയിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത് എന്നൊരു ബോധത്തോടെ ഉണർന്നെണീക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.